നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ സ്കെച്ചപ്പ് ഫയൽ ചെയ്തിട്ട് അതേ ഫയൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മെയിൽ വഴി അയച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഫോണിൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ മെഷർമെന്റും കാര്യങ്ങളൊക്കെ സെക്ഷനും ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മിക്കവർക്കും ആ ആപ്ലിക്കേഷനെ പറ്റി അറിയാമായിരിക്കും. എന്നാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന, നമ്മുടെ ഈ ചാനലിൽ സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ കാണുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. സ്കെച്ചപ്പ് വ്യൂവർ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ ആ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ നമുക്ക് ഒരു മോഡൽ കൊണ്ടുവരാമെന്നും അത് നമുക്ക് എങ്ങനെ അതിനകത്ത് മെഷർമെന്റും സെക്ഷനും ഒക്കെ നോക്കാം എന്നുമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കെച്ചപ്പ് വ്യൂവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെയാണ്, അതായത് മൊബൈലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന സ്കെച്ചപ്പ് വർക്ക് നമുക്ക് മെയിൽ ചെയ്യണം. ആർക്കാണോ ഇത് കൊടുക്കേണ്ടത് അവർക്ക് നമ്മൾ അത് മെയിൽ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഫയൽ 3D ആയിട്ട് തന്നെ അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് 3D ആയിട്ട് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ചാണെങ്കിൽ നമ്മൾ സ്കെച്ചപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ബാക്കി അവർക്ക് ഇപ്പുറത്തെ മെഷർമെന്റ് എങ്ങാനും വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനത്തെ ഫോണാണ് ആ ഇത് നോക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ പുള്ളിക്ക് സുഖമായിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് പഠിക്കാൻ വേണ്ടി വളരെ വലിയൊരു ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഫോണിൽ കൂടെ അത് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ, എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഇപ്പൊ സ്കെച്ചപ്പ് പറഞ്ഞുകൂടാത്തൊരു വ്യക്തിക്കും ഈ സ്കെച്ചപ്പ് വ്യൂവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ തുറന്ന് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ മൊബൈൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സ്കെച്ചപ്പ് വ്യൂവറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യണം, കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, ആ മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കിച്ചൻ്റെ ഒരു മോഡലാണ് അത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് റൂഫ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ റൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പോയി നോക്കാനെത്തി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് ഇട്ടേക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂഫ് കൊടുത്തിട്ടാണ് ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു വീടിൻ്റെ സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ മെയിൻ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കണ്ടോ മെയിൻ പേജിലേക്ക് അത് പോകും. നമുക്ക് തിരിച്ചൊന്നും കൂടെ നമ്മുടെ വർക്കിലേക്ക് വരാം. അപ്പോൾ തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ ഈ സിമ്പൽ ഉപയോഗിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു ടേപ്പിൻ്റെ ഒരു ടൂള് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേപ്പിൻ്റെ ടൂൾ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതിൽ ടേപ്പ് മെഷർ ഉണ്ട്, മൂവ് സെക്ഷൻ പ്ലെയിൻ ഉണ്ട്, സെലക്ട് ഉണ്ട്, പിന്നെ യൂണിറ്റ് പ്രിഫറൻസ് ഉണ്ട്. അതിൽ ഫോർമാറ്റ് ഡെസിമലാണ്. പിന്നെ യൂണിറ്റ് എന്ന മീറ്റർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മീറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കാണിച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഏത് ടേപ്പ് വേണമെങ്കിൽ ടേപ്പ് സെലക്ട് ചെയ്യാം. മൂവ് സെക്ഷൻ പ്ലെയിൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, സെലക്ഷൻ ആണെങ്കിൽ സെലക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞ് താഴെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ആനിമേഷൻ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേഷനായിട്ട് ഇതിങ്ങനെ നിന്ന് കറങ്ങുന്നതൊക്കെ കാണാം. പക്ഷെ ഞാനിവിടെ ആനിമേഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഇതിനെ കൂടുതലായിട്ട് ഞാൻ ഇതിനെ പറയുന്നില്ല. പിന്നെ തൊട്ട് താഴെ കാണിക്കുന്നത് ലെയറാണ്. നമ്മളിപ്പോൾ ലെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെയറിൻ്റെ ഓരോ ഇതും ഇതിൽ ഇങ്ങനെ കാണിക്കും. തൊട്ട് താഴെ പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഇതാണ് കാണിച്ചേക്കുന്നത്. ഇപ്പം ഓൾറെഡി നമ്മളിപ്പം എങ്ങനെയാണോ ക്യാമറ നമ്മൾ സ്കെച്ചപ്പിൽ സെറ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിലാണ്. അതിൻ്റെ തൊട്ട് താഴെ ഫീൽഡ് ഓഫ് വ്യൂ, നമ്മൾ സ്കെച്ചപ്പിൽ ഫീൽഡ് ഓഫ് വ്യൂ 35 ഡിഗ്രി ആംഗിളിലാണ് കൊടുത്തേക്കുന്നത്. 35 ഡിഗ്രിയിലാണ് ഫീൽഡ് ഓഫ് വ്യൂ ആംഗിൾ, അതെ 35 ഡിഗ്രിയിലാണ് നമ്മൾ
ഫീൽഡ് ഓഫ് വ്യൂ കൊടുത്തിരിക്കുന്നത്. അതേപോലെയാണ് ആ ഫീൽഡ് ഓഫ് വ്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യൂ കൂട്ടാൻ സാധിക്കും. വേണമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ 35 ഡിഗ്രിയിലാണ്. സ്കെച്ചപ്പിൽ നമ്മൾ 35 ഇട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മോഡലിൻ്റെ ഇത് നമുക്ക് ആ സ്ക്രീനിൽ കാണാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ചരിവും കാര്യങ്ങളും വരും. കണ്ടോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂ കൂട്ടുന്നതനുസരിച്ച് ഞാൻ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 35 ആണ്. ഇപ്പോൾ 36 ആയി. 35 തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, 35 തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്ക് രണ്ട് കണ്ണാടിയല്ല, കണ്ണാടിയുടെ സിമ്പിളുള്ള ഒരു സംഭവമുണ്ട്. അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ. ഇതിനകത്ത് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട്, ഇവിടെ ഷാഡോയുടെ ബട്ടൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിനകത്ത് ഷാഡോ എഫക്റ്റ് വരും. അപ്പോൾ അതെന്തായാലും നമുക്ക് വേണ്ട. പിന്നെ ഹിഡൻ ജിയോമെട്രി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ ഇവിടെ റൂഫ് ഹിഡൻ ചെയ്തിട്ടേക്കുന്നുണ്ടോ, അതാണ് ഇപ്പം വരുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, റൂഫ് ഹിഡൻ ആയിട്ട് കിടന്ന റൂഫാണ് ഈ കാണിക്കുന്നത്. ഞാനത് ക്ലോസ് ചെയ്ത് നമുക്ക് എന്തായാലും ആ റൂഫ് ഇപ്പം വേണ്ട. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്സിസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കെച്ചപ്പിൽ ഉള്ളതുപോലെ തന്നെയാണ്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു സാധനമുണ്ട്. ഇതിലാണ് ഓർബിറ്റ് ഉണ്ട്, പാൻ ഉണ്ട്, സൂം എക്സ്റ്റെൻഡ് ഉണ്ട്, പൊസിഷൻ ക്യാമറ, ലുക്ക് അറൗണ്ട്, അങ്ങനെയുള്ള സ്കെച്ചപ്പിലുള്ള അതേ സാധനങ്ങൾ ഇതാ ഇവിടെയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ ടൂൾ ബാർസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റിലേ വരാം. ഞാനിപ്പോൾ ഞാനിതിനൊന്ന് സൂം ചെയ്യുകയാണ്. സൂം ചെയ്യുന്ന കണ്ടല്ലോ, ഈ രണ്ട് വിരൽ വെച്ചാണ് നമുക്കിത് സൂം ചെയ്യേണ്ടത്. സൂം ചെയ്തിട്ട് ഞാൻ ഇത് ടേപ്പ് മെഷർ ടൂൾ എടുക്കുന്നു. ടേപ്പ് മെഷർ എന്ന് കളിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തെ ടേപ്പ് മെഷർ എന്ന് പറഞ്ഞുകൊണ്ട് പിക്ക് ഓൺ സെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് എവിടെയാണ് ഇതിനകത്തുള്ള മെഷർമെൻ്റ് ആണ് അറിയേണ്ടത്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ താഴെ ഇപ്പുറത്തും ക്ലിക്ക് ചെയ്തു. കണ്ടോ, കറക്റ്റായിട്ട് ആ മെഷർമെൻ്റ് ഇവിടെ കാണിച്ചു. 20.23 മീറ്റർ. കേട്ടോ, ഇതാണ് നമ്മുടെ ആ മെഷർമെൻറ്റ്. അത് കറക്റ്റാണ്. നിങ്ങളത് സ്കെച്ചപ്പിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ 23 സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഇവിടെ ഈ ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഗ്ലാസിൻ്റെ. അത് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഞാൻ റീസെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുള്ള മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. വേണ്ട 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് നോക്കുക. ഞാൻ ഒന്നുകൂടെ പോയിന്റ് പിക്ക് ചെയ്യുന്നു. ഉണ്ടോ, ഇവിടുത്തെ പോയിന്റ് പിക്ക് ചെയ്തു. ഉണ്ടോ, 26 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു. കണ്ടോ, അപ്പോൾ അതുപോലെ നമുക്ക് ഒരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഇതുപോലെ ഇതെല്ലാം ഒന്ന് മെഷർമെൻറ്റ് പോലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഞാനൊന്ന് ഇവിടെ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ മെഷർമെൻറ്റും കൂടെ ഒന്ന് നോക്കാം. ഇതും ഇതാണ്ട, ഇതിപ്പോൾ ചരിഞ്ഞു പോയി 90 സെൻറ്റിമീറ്റർ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മെഷർമെൻറ്റ് 2 അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റായിട്ടുള്ള പോയിന്റ് തന്നെ കൊടുക്കണം. ഓക്കെ, 90 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് നമുക്കത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ടൂളാണ്. ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് സെക്ഷൻ പ്ലെയിൻ. നമ്മൾ ഇപ്പം സെക്ഷൻ ലൈനും കൂടെ ഇതിൻ്റെ കൂടെ നമ്മളിപ്പം സെൻഡ് ചെയ്തതിൽ കൂടെ സെക്ഷൻ ലൈനും കൂടെ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സെക്ഷൻ ചെയ്ത് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ആ സെക്ഷൻ ലൈനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ അതൊരു നീല കളറിലായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഞാൻ നീക്കുമ്പോഴത്തേക്ക് കണ്ടോ നമുക്ക് അത് സെക്ഷൻ ചെയ്ത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് മാത്രമേ ഞാൻ സെക്ഷൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിലും അങ്ങനെ വന്നത്. നമ്മൾ 4 സൈഡിലും നമ്മൾ സെക്ഷൻ ലൈൻ കൂടെ ഇതിൻ്റെ കൂടെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുന്ന വ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് 4 സൈഡും ഇതുപോലെ സെക്ഷൻ ചെയ്ത് പുള്ളിക്ക് നോക്കാവുന്നതാണ് എവിടെയൊക്കെ മെഷർമെൻറ്റ്. കാരണം സെക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് പാടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. ഇപ്പോൾ ഇതാകുമ്പോൾ എനിക്കിപ്പം ഈസി ആയിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ട, ടേപ്പ് ടൂൾ എടുക്കുന്നു. ഇതിൻ്റെ ഇവിടെ പിക്ക് പോയിന്റ് ഇവിടെയും കൊടുക്കുന്നു. വേണ്ട 39 മീറ്ററാണ് ഇതിൻ്റെ 39 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഞാൻ റീസെറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ട്രാവൽ, അതുപോലെ ഫുഡ്, അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവരാറുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ ഇടുക. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.